വളരെ ശാന്തമായി ദൈവവചനം നിങ്ങളുടെ മനസ്സിലേക്ക് കൈമാറാനാണ് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. അമേരിക്കയുടെ സുവർണ കാലഘട്ടമായിരുന്നു ജോൺ എഫ് കെന്നഡിയുടെ ഭരണകാലം. അദ്ദേഹം വെടിയേറ്റാണ് മരിച്ചത്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുൻപ് അക്കാലത്ത് അമേരിക്കയിൽ ഒരു പ്രവാചക ജീവിച്ചിരുന്നു. അവരുടെ പേര് ജീൻ ഡിക്സ് എന്നായിരുന്നു. ആ പ്രവാചകി അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. കത്തിൻ്റെ സാരാംശം ഇതായിരുന്നു: ഈ കത്ത് കയ്യിൽ കിട്ടി ചില ദിവസങ്ങൾക്കകം നിങ്ങൾ മരിക്കും. കത്തിൽ എഴുതിയിരുന്നത് പോലെ ആ കത്ത് കയ്യിൽ കിട്ടി അത് വായിച്ച് ചില ദിവസങ്ങൾക്കകം ജോൺ എഫ് കെന്നഡി വെടിയേറ്റു മരിച്ചു. ഈ വാർത്ത പുറത്തു വന്നതോട് കൂടെ ജോൺ എഫ് കെന്നഡി എല്ലാവരും മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള വാർത്തകൾ ജീൻ ഡിക്സനെ കുറിച്ച് പടച്ചു വിട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ടൈം മാഗസിന്റെ ഒരു പ്രതിനിധി അവരുമായി ഒരു അഭിമുഖ സംഭാഷണം ക്രമീകരിച്ചു. സംഭാഷണ മധ്യേ ആ പ്രവാചകിയോട് അദ്ദേഹം ചോദിച്ചു, അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ മരണം നിങ്ങൾ കൃത്യമായി പ്രവചിച്ചു. ഇതുപോലെ നിങ്ങൾ പ്രവചിക്കുന്ന എല്ലാ പ്രവചനങ്ങളും കൃത്യമായി നിറവേറപ്പെടാറുണ്ടോ? അതിനവർ പറഞ്ഞ മറുപടി ഇല്ല. എൻ്റെ പ്രവചനങ്ങളിൽ 68% പ്രവചനങ്ങൾ മാത്രമേ കൃത്യമായി നിറവേറപ്പെടാറുള്ളൂ. 32% പ്രവചനങ്ങൾ തെറ്റപ്പെടുകയാണ് പതിവ്. ശ്രദ്ധിക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ മരണം കൃത്യമായി പ്രവചിച്ച ജീൻ ഡിക്സിന്റെ പ്രവചനങ്ങളിൽ 68% പ്രവചനങ്ങളെ കൃത്യമായി നിറവേറപ്പെട്ടിരുന്നുള്ളൂ. നാം ജീവിക്കുന്ന ഈ കാലത്ത് ശാസ്ത്രശാഖയിൽ പ്രവചനശാഖ വികസിച്ചു വന്നിട്ടുണ്ട്. ആ പ്രവചനശാഖയാണ് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ മഴയുണ്ടാകും. പല അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നു. മീൻപിടുത്തക്കാർ മീൻപിടുത്തത്തിന് പോകരുത്. ഇന്ന സ്ഥലങ്ങളിൽ കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ട്, ചൂട് കൂടാൻ സാധ്യതയുണ്ട്, മുന്നറിയിപ്പുകൾ തരുന്നു. അവര് പ്രവചിക്കുന്ന പ്രവചനങ്ങളിൽ 85% പ്രവചനങ്ങൾ കൃത്യമായി നിറവേറപ്പെടാറുണ്ട്. 15% പ്രവചനങ്ങളെ തെറ്റപ്പെടാറുള്ളൂ. എന്നാൽ 100% പ്രവചനങ്ങൾ കൃത്യമായി നിവർത്തിക്കുന്ന ഒരൊറ്റ പുസ്തകം വിശുദ്ധ വേദ പുസ്തകമാണ്. എന്നോട് ചേർന്ന വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കിഴക്കേ തെരുവുകാരോട് നിങ്ങളുടെ ഭാവി ഒന്ന് പറയാനാ ഇന്ന് രാത്രി ഞാനിവിടെ വന്നത്. അത് പറ പാസ്റ്റേ. അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് പെരുത്ത സന്തോഷം. ഇന്നലെ പ്രസംഗമായിരുന്നു, നാളെയും മറ്റന്നാളും ഒക്കെ പ്രസംഗമാണ്. സുവിശേഷ യോഗങ്ങൾ പ്രസംഗ പരമ്പരകളാണ്. അതിൻ്റെ നടുവിൽ ഞങ്ങളോട് പ്രവചിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊരു സന്തോഷം. ഈ രാത്രി 9 മണിക്ക് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരോടും പ്രവചിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ, അവയെ സംബന്ധിച്ച് ഞാൻ പ്രവചിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്ത തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണം. ആരും തന്നെ യോഗം കഴിഞ്ഞു പോകാൻ സാധ്യതയില്ല. എല്ലാവരും ഇവിടെ നിന്ന് നാളുകളുടെ നീളകളിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് കേട്ടിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാ. അതിൽ ആരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനുഷ്യർ എന്ന നിലയിൽ നമ്മുടെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയാണ്. എല്ലാ മനുഷ്യർക്കും ആ ഉത്കണ്ഠയുണ്ട്. എന്നാൽ നാളെയുടെ നീളയിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കാൻ പോകുന്ന ഭൗതിക കാര്യപരിപാടികളെ കുറിച്ചുള്ള ഒരു ഭാവികാല പ്രവചനമല്ല. അതിനപ്പുറത്ത് പോഷ്കില്ലാത്ത ദൈവത്തിന്, തെറ്റില്ലാത്ത ദൈവ വചനത്തിന് സാർവലൗകികമായി സകല മനുഷ്യരോടും പറയാനുള്ള ഒരു പ്രവചന ദൂത് ഞങ്ങളിവിടെ വിളിച്ചു പറയുകയാണ്. ഏതാണ് പ്രവചന ദൂത്? വായിക്കാം. എബ്രായ ലേഖനം
9-ാം അധ്യായം 27-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ മതി. സാർവലൗകികമായി സകല മനുഷ്യരോടും ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ള പ്രവചന ശബ്ദം ഇതാണ്: ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. ആ വാക്യത്തിനായി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് സുഗമമായി ആ വിഷയം പിടികിട്ടപ്പെടേണ്ടുന്നതിന് രണ്ടായി ഞാൻ അതിനെ തരം തിരിക്കുകയാണ്. ഒന്ന്, ഒരിക്കൽ മരിക്കുക. രണ്ട്, പിന്നെ ന്യായവിധി. ഒരിക്കൽ മരിക്കുക എന്ന വിഷയം അറിയണമെങ്കിൽ ആരാണ് മനുഷ്യനെന്നറിയണം. മനുഷ്യൻ ആര് എന്ന ചോദ്യത്തിന് നിരവധി മറുപടികൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം മനുഷ്യനെ കുറിച്ച് എന്തു പറയുന്നു? തിരുവെഴുത്ത് പറയുന്നത് മനുഷ്യൻ ത്രിവിധ ഘടകങ്ങളോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിമ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ ഒരു ദൈവ പൈതൽ രൂപാന്തരപ്പെടണമെങ്കിൽ അവരുടെ എത്ര ഭാഗം വിശുദ്ധമായിരിക്കണമെന്നുള്ളതാണ് തിരുവെഴുത്ത് അവിടെ പറയുന്നത്. ഒന്ന്, മനുഷ്യന്റെ ദേഹം. 2, മനുഷ്യന്റെ ദേഹി. 3, മനുഷ്യന്റെ ആത്മാവ്. ഇത് മൂന്നും ദൈവസന്നിധിയിൽ അനിമ്യമായി കാക്കപ്പെട്ടാലേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയൂ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു: കണ്ണിനെ കണ്ണിന്റെ വഴിക്ക് വിട്ടിട്ട്, ചെവിയെ ചെവിയുടെ വഴിക്ക് വിട്ടിട്ട്, കയ്യെ കാലിനെ ജഡത്തെ അതിന്റെ ഇഷ്ടത്തിന് വിട്ടിട്ട്, വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും കടിഞ്ഞാണില്ലാതെ പകയും സ്വാർത്ഥതയും കുതികാൽ വെട്ടും വൈരാഗ്യങ്ങളും അസൂയയുമായി നടന്നിട്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാമെന്ന് വ്യാമോഹിക്കരുത്. നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും നമ്മുടെ ദേഹവും ഒരുപോലെ വിശുദ്ധമാണെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ് ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റണം. எனவே അതല്ല നമ്മുടെ വിഷയം. അവിടെ ഞാൻ നിൽക്കുന്നില്ല. ഇപ്പൊ മനുഷ്യന്റെ ത്രിവിധ ഘടകങ്ങൾ, 3 ഭാഗങ്ങൾ. 1, മനുഷ്യന്റെ ആത്മാവ്. 2, മനുഷ്യന്റെ ദേഹി. 3, മനുഷ്യന്റെ ദേഹം. എന്താ മനുഷ്യന്റെ ദേഹം? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, കയ്യ്, കാല് ഒക്കെയുള്ള അവനവൻ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവനുസരിച്ചോ പാരമ്പര്യമനുസരിച്ചോ ചീറുന്ന ഈ മാംസപിണ്ഡത്തിന് പറയുന്ന പേരാണ് മനുഷ്യന്റെ ദേഹം. എന്താ ദേഹത്തിന്റെ ഡെഫിനിഷൻ? 1, ഇത് മണ്ണിൽ നിന്നെടുത്തു. തിരുവെഴുത്ത് പറയുന്നു, ഭൂമിയിലെ ദൈവത്തിന്റെ സൃഷ്ടിയായ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ നിർമ്മിച്ചത്. അപ്പൊ 1, ഇത് മണ്ണിൽ നിന്നെടുത്തു. 2, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നു. അരിയാണെങ്കിലും ചോളമാണെങ്കിലും ഗോതമ്പാണെങ്കിലും മരച്ചീനിയാണെങ്കിലും ഈ മണ്ണായ ശരീരം പോഷിപ്പിക്കപ്പെടുന്നത് മണ്ണിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്നത് കൊടുത്താലേ ഇതിന്റെ വിശപ്പടങ്ങൂ. കൃപയാൽ മണ്ണിൽ നിന്ന് കിട്ടിയത് കൊണ്ടല്ല, മാനത്ത് നിന്ന് കിട്ടിയ മന്ന കൊണ്ട് 40 വർഷം പോഷിപ്പിക്കപ്പെട്ടത് ഇസ്രായേൽ മാത്രമാണ്. ബാക്കി എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. മണ്ണിൽ നിന്നെടുത്തതാണ്, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതാണ്. 3, ഇത് മണ്ണിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഇതിന്റെ ചിന്ത മുഴുവൻ മണ്ണിനോട് ചുറ്റിപ്പറ്റിയാണ്. മണ്ണിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ്
ഇവന് സന്തോഷമുണ്ടാകുന്നത്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ മുത്തുപവിഴം, മാണിക്യം, മരതകം, ഗോമേതകം, പുഷ്യരാഗം, ഇന്ദ്രനീലം എന്നിങ്ങനെ നഗവർണികളോടുകൂടെ തീർത്ത സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കത്താഴികക്കുടങ്ങളോടുകൂടിയ പുത്തനാം യെരൂശലേമിനെ കുറിച്ച് ഒരൊന്നേകാം മണിക്കൂർ വാചാലമായി പ്രസംഗിച്ചിട്ട് ഞാനിവിടേക്ക് വാഹനവുമായി കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള അനുഗ്രഹീത ഗായക സംഘം പാടിയത് പുത്തനാം യെരൂശലേമിനെ കുറിച്ചുള്ള ആ കാര്യങ്ങളാണ്. അതാണ് പ്രകീർത്തിച്ചു കൊണ്ടിരുന്നത്. എനിക്ക് ആത്മാവിലൊരു സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ പ്രസംഗിക്കുമ്പോൾ അവസാനം പാടേണ്ട പാട്ട് ഏതാണെന്ന് ധാരാളം സുവിശേഷ പ്രഭാഷണ വേദികളിൽ പാടി പഴകി പരിചയമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയണ്ട, ഞാൻ പറയാതെ തന്നെ അവര് പാട്ടെടുത്തു വയ്ക്കും. ഏതാ പാട്ട്? പുത്തനാം യെരൂശലേമിൽ എത്തും കാലമോർക്കുമ്പോ. 1.5 മണിക്കൂർ പുത്തനാം യെരൂശലേമിനെ കുറിച്ച് കേട്ടിട്ട് ആ പാട്ടൊന്ന് തുടങ്ങേണ്ട താമസം നമ്മൾ ആത്മാവിൽ സന്തോഷിച്ചു തുടങ്ങും. എന്നാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ആവേശം താനേ തണുത്തുറയും. എന്നിട്ട് പറയും, KJ തോമസ് പാസ്റ്ററെ, ഞങ്ങൾക്ക് 2-3 കിലോമീറ്റർ പോയാൽ മതി, പാസ്റ്റർക്കാണ് കുമ്മളി വരെ തിരിച്ചു പോകേണ്ടതാ, അതുകൊണ്ട് പ്രസംഗം അങ്ങ് നിർത്തിയേര്, പാട്ടങ്ങ് അവസാനിപ്പിച്ചേര്. ഇപ്പൊ പുത്തനാം യെരൂശലേമിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആ പാട്ടിന്റെ ആവേശം ഒരു 10-15 മിനിറ്റേ നിൽക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ പ്രഭാഷണ മധ്യേ ഒരാളുടെ തലയിൽ കൈവച്ചിട്ടങ്ങ് പ്രവചിക്കുക എന്നിരിക്കട്ടെ. ജോർജ് ഡേവിഡ് പാസ്റ്ററോട് തന്നെ ആകട്ടെ, അങ്ങനെ പ്രവചിക്കുകയല്ല, ഒരു ഉദാഹരണം പറയുകയാണ്. എൻ്റെ ദാസനെ, താങ്കൾ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. നിന്റെ ഇന്നുകൾ മാത്രമേ എല്ലാവർക്കും അറിയൂ, എന്നാൽ ഞാൻ നിന്റെ ഇന്നലകൾ അറിയുന്ന ദൈവമാണ്. നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും വേദനയും പ്രതിസന്ധികളുടെ നടുവിൽ എനിക്ക് വേണ്ടി നിന്നതുമെല്ലാം ഞാൻ അറിയുന്നു. അതുകൊണ്ട് 2024 ഏപ്രിൽ മാസം 15-ാം തീയതിക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ KSRTC ബസ് സ്റ്റാൻഡിന്റെ ആ സമീപത്ത് ഒരു ബഹുനില മന്ദിരം തന്ന് ഞാൻ നിന്റെ നിലയും നിലവാരവും മാറ്റി നിന്നെ ആദരിക്കുന്ന ദൈവമെന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അധികം പ്രസംഗിക്കേണ്ടി വരികയില്ല. എന്നാ പ്രസംഗിക്കേണ്ടി വരാത്തത്? നിങ്ങൾ കയ്യടിയും ബഹളവും നിർത്തിയിട്ട് വേണ്ടേ എൻ്റെ പ്രസംഗം മുൻപോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ നമുക്ക് പുത്തനാം യെരൂശലേമിനെ കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ സന്തോഷം കൊട്ടാരക്കരയിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കിട്ടുന്ന ആ ബഹുനില മന്ദിരത്തിന്റെ കാര്യം കേൾക്കുമ്പോഴാണ്. ഇത് ബുദ്ധിയുള്ള പല പ്രഭാഷകർക്കും അറിയാൻ കേട്ടോ. അതുകൊണ്ട് ചാകാൻ നേരം ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മയുടെ പ്രസരണം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് കൈമാറി വൈകാരികമായി അവരെ പൊട്ടിത്തെറിപ്പിച്ച് ആ പൊട്ടിത്തെറിയിൽ ആത്മസംതൃപ്തി കണ്ടെത്തി അത് ആത്മീകതയാണെന്ന് വിലയിരുത്തുന്ന ഒരു വല്ലാത്ത വികല ആത്മീകതയുടെ നടുവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചാകാൻ നേരം ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മയുടെ അതിപ്രസരണം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് കൈമാറി അവന്റെ വികാരത്തിന് തീ പിടിപ്പിക്കുന്നതല്ല സുവിശേഷം. പിന്നെന്താ സുവിശേഷം? കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നും കാണാത്ത ഒരു നിത്യത നിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്നും നിത്യതയ്ക്കായി ഒരുങ്ങണമെന്നും മനുഷ്യനെ ഉത്ബോധിപ്പിക്കുന്നതാണ് സുവിശേഷമെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ളവരുടെ കരം മാത്രം ഞാനൊന്ന് കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ അധിക നേരം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ദൈവദാസന്മാർ ഒത്തിരി പേര് ഇവിടെ ഉള്ളത് കൊണ്ട് അവരോടും എൻ്റെ മനസാക്ഷിയോടുമായി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിത്യത പറയാൻ ആളില്ല. ഇതിനപ്പുറത്ത് മണ്ണിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ലോകത്തോട് പറയാൻ ആള് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അതിന് പൊട്ടിത്തെറികളുടെ പ്രതികരണം കുറവാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, പെന്തക്കോസ്തിനോട് ഞാൻ വിളിച്ചു പറയുന്നു,
ദൈവത്തിന്റെ ദാസന്മാരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിത്യത പറയാൻ നമ്മളെ ഉള്ളൂ. നമ്മളും കൂടെ അത് പറയുന്നില്ലെങ്കിൽ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെ ആത്മാക്കളുടെ കണക്ക് ദൈവം മുമ്പാകെ പറയേണ്ടുന്ന കനത്ത ന്യായവിധിയുടെ ഒരു ദിവസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി താൽക്കാലിക ലാഭങ്ങൾക്കപ്പുറത്ത്, താൽക്കാലിക നേട്ടങ്ങൾക്കപ്പുറത്ത് കത്തുന്ന ആത്മഭാരത്താൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ, അങ്ങയുടെ വേല ചെയ്യാൻ എനിക്ക് കൃപ തരണേ എന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദേഹം മണ്ണിൽ നിന്നെടുത്തു, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നു. മണ്ണിനെ ആ വിലാപയാത്ര സെമിത്തേരിയിൽ ചെന്ന് അവസാനിച്ചു കഴിയുമ്പോൾ മുഖ്യ കാർമ്മികൻ പറയുന്ന പരാമർശം, നിന്നെ മണ്ണിൽ നിന്നെടുത്തു, മണ്ണിന് തന്നെ തിരികെ കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു പിടി മണ്ണോ കുന്തിരിക്കുമോ ഇടുന്നു. കൂടി നിന്നവരിൽ മഹാഭൂരിപക്ഷവും അല്പം മണ്ണോ കുന്തിരിക്കുമോ ഇട്ടേച്ച് ശോകമൂകമായ വിജനമായ സെമിത്തേരിയിൽ, ആ സെല്ലിൽ, കല്ലറയിൽ ശരീരം വെച്ചിട്ട് എല്ലാവരും അവരവരുടെ പണി നോക്കി പോകുന്നു. ഇത്രേ ഉള്ളൂ നമ്മൾ ചിക്കങ്കാലൊക്കെ കൊടുത്തു കൊണ്ടു നടക്കുന്ന ഈ മാംസമെന്ന് തിരിച്ചറിഞ്ഞ് ഈ മാംസത്തെ സന്തോഷിപ്പിക്കാൻ, ഈ ജഡത്തെ തൃപ്തിപ്പെടുത്താൻ, ഇതിൻ്റെ ഉല്ലാസത്തിനു വേണ്ടി മാത്രം ജീവിക്കരുത്. അതിനപ്പുറത്ത് ഒരു നിത്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിത്യതയ്ക്കായി ഒരുങ്ങാൻ, നിത്യതയ്ക്കായി ജീവിക്കാൻ ദൈവം തന്ന അവസരമാണ് ഈ വിലപ്പെട്ട ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ദൈവത്തിന് നന്ദി പറയാൻ കൃപയുള്ള എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പോരാ, ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഈ നമ്മുടെ വിചാരം ചോര നീരാക്കി കഷ്ടപ്പെട്ട് രാത്രിയെ പകലാക്കി അധ്വാനിച്ച് ഒത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എല്ലാവരും നമ്മളെ ഓർക്കുമെന്ന. നിങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടോ? നിങ്ങളെ എല്ലാവരും ഓർക്കും. നിങ്ങളെ കൊണ്ട് ഗുണമില്ലേ? ഓർക്കാൻ ആരും കാണുകയില്ല. ഒരു നല്ല ആമേനൊന്ന് പറ. ഈ ഇവിടൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുമ്മളിയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ വിലാപയാത്ര പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവം എന്ത് അടുക്കോടും ചിട്ടയോടുമാണ് പോകുന്നത്. ഈ മരിച്ചു കിടക്കുന്നവരുടെ പ്രായത്തിനനുസരിച്ചാണ് വിലാപയാത്രയിൽ പങ്കെടുക്കുന്നവരുടെ മുഖത്തെ ദുഃഖഭാവം. ഒത്തിരി നാളൊക്കെ കിടന്ന് മരിച്ചതാണെങ്കിൽ അടക്കിയിട്ട് ഇനി പോരാമെന്നുള്ള നിലയിലാണ് പോക്ക്. പിന്നെ പ്രായം കുറഞ്ഞവരും പെട്ടെന്ന് മരിച്ചവരും ഒക്കെ ആണെങ്കിൽ ആ പോകുന്നവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ കാളി നിൽക്കുന്ന ഭയം കാണാം. പക്ഷേ ആ വിലാപയാത്ര സെമിത്തേരികൾ ചെന്ന് അവസാനിച്ച് പുറത്തിറങ്ങി വരുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സെമിത്തേരിയുടെ വീതി കൂടിയ ഭാഗത്ത് 2 ഡെസ്ക് ഇട്ടിട്ടുണ്ട്. ആ ഡെസ്കിന് പിറകിൽ ചർച്ചിലെ ചെറുപ്പക്കാര്, യൂത്ത് 4 പേര് 2 ഡെസ്കിന്റെ പിറകിലായിട്ട് നിൽപ്പുണ്ട്. എന്നിട്ട് ആ ഡെസ്ക് ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അവർ വരുന്നവരെ നോക്കി പറയുകയാണ്, വിത്ത് വേണ്ടവർ ഇങ്ങോട്ട്, വിത്തവിട്ട് വേണ്ടവർ അങ്ങോട്ട്. ഷുഗർ ഉള്ളവരും ഷുഗർ ഇല്ലാത്തവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേർപിരിഞ്ഞു. ഇവർ ഓരോ ഗ്ലാസ് ബ്രൂ കോഫി കൊടുത്തപ്പോൾ ചെറിയൊരു കിറ്റും കൂടെ കൈ കൊടുത്തു. അതിൻ്റെ അകത്ത് 1 പപ്സ്, 2 ബിസ്ക്കറ്റ്, 1 പഴം. ഇവിടെ അത്രയൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ ഇവിടുത്തെ കാര്യമാണ്. ഈ കിറ്റ് വാങ്ങി അത് പൊട്ടിച്ച് പപ്സ് കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഏലിയാമ്മമാര് എൽസിമാരോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൽസി, ടോണി കുവൈറ്റിൽ നിന്ന് വന്നോടി, ഇന്നിടത്തൊരു പെണ്ണുണ്ട്, എത്ര ദിവസത്തെ അവധിക്കാ വന്നേ? പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. കടിക്കാൻ പപ്സും കുടിക്കാൻ കോഫിയും കിട്ടിയപ്പോഴേ കുഴി വെച്ചവന്റെ കാര്യം എല്ലാവരും മറന്നുപോയി.
എല്ലാവരുടെയും ചർച്ചാ വിഷയം ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ്. ചിലർ കുഴി വെച്ചിട്ട് പുറത്തിറങ്ങി വരുമ്പോഴേ മറക്കും. പിന്നെ ആ കുഴി വെച്ച ആളോട് ചുറ്റിപ്പറ്റിയുള്ള അടുത്ത ബന്ധുക്കൾ മറക്കാൻ അല്പസമയമെടുത്തെന്നു വരാം. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി തിരിച്ചറിയണം, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. മരണശേഷം നാം എല്ലാവരും മനുഷ്യന്റെ വിസ്മൃതിയുടെ വേസ്റ്റ് കൊട്ടയ്ക്കകത്ത് മാറ്റപ്പെടും. ഇത്രയേ ഉള്ളൂ ലോകത്തിലുള്ള ബന്ധങ്ങളും ലോകത്തിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ പ്രസക്തിയും. എന്നാൽ ഈ ജീവിതം നിത്യതയ്ക്കായി ഒരുങ്ങാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരമാണ്. അത് മറന്നൊരു ജീവിതം ഉണ്ടാകരുതേ എന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഈ പന്തലിൽ വന്നിട്ടുണ്ട്? കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. ഇത്രയുള്ളൂ മനുഷ്യന്റെ ദേഹം. രണ്ട്, മനുഷ്യന്റെ ദേഹി. എന്താ മനുഷ്യന്റെ ദേഹി? വികാരം, ഇച്ഛാശക്തി, ബുദ്ധിശക്തി എന്നിവയുടെ ഇരിപ്പിടമാണ് മനുഷ്യന്റെ ദേഹി. അല്പം കൂടെ കടന്നു പറഞ്ഞാൽ അവനവൻ ആരാണെന്ന് അവനവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മനുഷ്യന്റെ വിശേഷ ഘടകമാണ് അവന്റെ ദേഹി. നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ സുബോധമെന്നതിന് പേര് കൊടുക്കാം. വേറെ ഒന്നിനും ദൈവത്തിന് സ്തോത്രം ചെയ്തില്ലെങ്കിലും സുബോധം തന്ന ദൈവത്തിന് സ്തോത്രം പറയണം. മൂന്ന്, മനുഷ്യന്റെ ആത്മാവ്. എന്താ മനുഷ്യന്റെ ആത്മാവ്? ദൈവത്തിങ്കൽ നിന്നു വന്നതും ദൈവം ആരാണെന്ന് മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതും മരണശേഷം ദൈവമാക്കിയ നിത്യതയിലേക്ക് മടങ്ങി ചെല്ലുന്നതുമാണ് മനുഷ്യന്റെ ആത്മാവ്. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗത്തോട് വിട പറയുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. എന്താ അവിടുത്തെ പ്രമേയമെന്നറിയാമോ? ദൈവത്തിന്റെ വചനം എവിടൊക്കെ പ്രസംഗിക്കപ്പെടുന്നോ അവിടെ മനുഷ്യന്റെ 3 ഭാഗത്ത് വചനം ക്രിയ ചെയ്യുന്നു. ഒന്ന്, മനുഷ്യന്റെ ആത്മാവിനെ വചനം ജീവിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ജീവിപ്പിച്ചു. ദൈവ വചനത്താൽ മനുഷ്യാത്മാവ് ജീവിപ്പിക്കപ്പെടുന്നു. 2, വഷളായ ദേഹിക്ക് വചനത്താൽ മാറ്റം സംഭവിക്കുന്നു. ലോകത്തെ, പാപത്തെ, ജഡത്തെ, പിശാചിനെ ജയിക്കാനുള്ള ദൈവകൃപ വചനത്താൽ ദൈവം നമുക്ക് കൈമാറുന്നു. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? 3, മനുഷ്യന്റെ ദേഹത്തിൽ ദൈവത്തിന്റെ വചനം അത്ഭുത രോഗശാന്തി അയക്കുന്നു. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ വചനത്തിന് മനുഷ്യാത്മാക്കളെ ജീവിപ്പിക്കാൻ, വഷളായ ദേഹിയെ മാറ്റാൻ, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ ഈ രാത്രി ശക്തിയുണ്ട്. എത്ര പേര് സ്തോത്രം ചെയ്തു പറയും? ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് എന്തെല്ലാം സംഭവിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതെല്ലാം ഞങ്ങളുടെ നടുവിൽ ചെയ്യണമെന്ന് ഈ രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അത് വിശാലമായ വിശദീകരണത്തിന് വിധേയമാക്കേണ്ട വിഷയമാണ്. പക്ഷെ ആ മേഖലയിലേക്ക് പോയാൽ എനിക്ക് സുവിശേഷീകരണം എന്ന നിലയിൽ ഈ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തൊന്നും മടങ്ങി വരികയാണ്. മനുഷ്യന് ആത്മാവുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ മനുഷ്യന് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് വരുന്നു. എന്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് ഇത്ര പ്രസക്തി? എന്തുകൊണ്ട് മനുഷ്യന്റെ മരണത്തിന് ഇത്ര ഗൗരവ സ്വഭാവം? അതിന്റെ മറുപടി, മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമുണ്ട്. അവന് ദേഹം മാത്രമല്ല, ദേഹി മാത്രമല്ല, അവനൊരാത്മാവുമുണ്ട്.
മനുഷ്യൻ ആത്മാവുണ്ടോ എന്ന ചോദ്യത്തിന് തിരുവെഴുത്ത് പറയുന്ന മറുപടി, സക്കരിയ പ്രവാചകന്റെ പുസ്തകം വായിക്കണ്ട, 12:1, ആകാശത്തെ വിരിച്ച് ഭൂമിക്കടിസ്ഥാനമിട്ട മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ ആക്കി വച്ചിരിക്കുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മനുഷ്യൻ ആത്മാവുണ്ടെന്നതിന് 2 തെളിവുകൾ അവിടെ നിരത്തുകയാണ്. ആകാശത്തെ വിരിച്ച ഭൂമിക്കടിസ്ഥാനമിട്ട നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന ആകാശം ഒരു സത്യമാണെങ്കിൽ നാം കാലൂ ായിരിക്കുന്നത് പോലെ നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ് മനുഷ്യൻ ആത്മാവുണ്ട് എന്ന സത്യം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, അറിയാവുന്നവരെ കരം ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്യുന്നു പറയുന്നത് നല്ലതാ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും, എല്ലാവരെ കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞ്, അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്തു പ്രയോജനം? ഇപ്പൊ മനുഷ്യൻ ആത്മാവുണ്ട് എന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ മരണത്തിന് പ്രസക്തിയുണ്ട് എന്ന് വരുന്നു. മരണമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. പണ്ട് ശ്രീബുദ്ധന്റെ കാലത്ത് സംഭവിച്ച ഒരു സംഭവം ഞാൻ വായിച്ചതോർക്കുന്നുണ്ട്. 12 വയസ്സുള്ള ബാലകൻ മരിച്ച വിധവയായൊരു സ്ത്രീ, ആ കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോ അവളുടെ ഭർത്താവ് മരിച്ചതാണ്. ഭർത്താവിന്റെ മരണശേഷം വളരെ കഠിനാധ്വാനം ചെയ്താണ് ആ സഹോദരി കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നത്. 12ാമത്തെ വയസ്സിൽ ആ കുഞ്ഞും അവൾക്ക് നഷ്ടപ്പെട്ടു. ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സങ്കടം മറക്കാൻ കഴിയുന്നില്ല. എപ്പോഴും നിലവിളിയാണ്. അല്പം ആശ്വാസം ലഭ്യമാകാൻ അവൾ ശ്രീബുദ്ധന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ശ്രീബുദ്ധനോട് പറഞ്ഞു, ഗുരു, എൻ്റെ കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോ എൻ്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവിൻ്റെ മരണശേഷം വളരെ കഠിനാധ്വാനം ചെയ്ത എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്, അവൻ്റെ കുഞ്ഞ് കൈകാലുകൾ വളരുന്നത് എന്ത് പ്രതീക്ഷ നിർഭരമായ കണ്ണുകളോടെ ഞാൻ നോക്കിക്കണ്ടത്. അകാലത്തിൽ അവനും എനിക്കും നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഈശ്വരൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു? അവൾ ഏങ്ങി മോങ്ങി കരയാൻ തുടങ്ങി. ശ്രീബുദ്ധൻ അവളോട് പറഞ്ഞു, നിന്റെ പ്രശ്നം അല്പ സങ്കീർണമാണ്, ഞാൻ അതിനൊരു പരിഹാരം വരുത്താം. പക്ഷെ അതിനു മുമ്പ് നീ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് അല്പ കടുക് വാങ്ങിച്ചു കൊണ്ടുവരണം. തന്റെ സങ്കീർണമായ പ്രശ്നത്തിന് ഇത്ര ലളിതമായ പരിഹാരമല്ലേ ശ്രീബുദ്ധൻ പറഞ്ഞത് എന്നോർത്ത് അടുത്ത് കണ്ട വീട്ടിലേക്ക് കടുക് വാങ്ങാൻ അവൾ ഓടുകയാണ്. ഓടി വീടിന്റെ വാതിൽക്കൽ മുട്ടി. വീട്ടുകാർ വാതിൽ തുറന്നു. അവർ ചോദിച്ചു, ആരാ? എവിടെ നിന്ന് വരുന്നു? എന്തിനു വരുന്നു? അവളുടെ മറുപടി ശ്രീബുദ്ധൻ പറഞ്ഞിട്ട് വരികയാണ്, കുഞ്ഞു മരിച്ചു ചില ദിവസങ്ങളായി, ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. അല്പം ആശ്വാസത്തിന് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അല്പ കടുക് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ആശ്വാസത്തിന്റെ സന്ദേശം തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അല്പ കടുക് വാങ്ങാൻ വന്നതാണ്. അവളോട് അനുകമ്പ തോന്നിയ വീട്ടുകാർ കടുകെടുക്കാൻ അകത്തേക്ക് കയറി. പക്ഷെ ശ്രീബുദ്ധൻ ഇവളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഏതു വീട്ടിൽ ചെന്നാലും കടുകുണ്ടോ എന്ന് ചോദിക്കണം. കടുകുണ്ടെന്ന് പറയുകയാണെങ്കിൽ നീ അവരോട് ചോദിക്കണം, ആകട്ടെ നിങ്ങളുടെ ആരെങ്കിലും എപ്പോഴെങ്കിലും മരിച്ചിട്ടുണ്ടോ? മരണദുഃഖം എന്താണെന്ന് നീ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നീ ആ വീട്ടുകാരോട് കടുക് വാങ്ങരുത്. അവൾ അവരോട് ചോദിച്ചു, ആകട്ടെ നിങ്ങളുടെ ആരെങ്കിലും എപ്പോഴെങ്കിലും മരിച്ചിട്ടുണ്ടോ? കേട്ട ബാധി കേൾക്കാത്ത ബാധി, ഉറ്റവരുടെ ഉടയവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ നിമിഷങ്ങൾ അവളുമായി അവർ പങ്കുവെക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ കടുക് വേണ്ട, അത് വാങ്ങാൻ എനിക്ക് അനുവാദമില്ല. അടുത്ത വീട്ടിലേക്ക് അവൾ പോയി. അവിടെയും അത് തന്നെ സ്ഥിതി. ചുരുക്കി പറഞ്ഞ 100 കണക്കിന് വീടുകൾ അവൾ കയറിയിറങ്ങി. എല്ലാ വീടുകളിൽ തന്നെ കടുകുണ്ട്. പക്ഷെ മരണം കയറി ചെല്ലാത്ത, മരണ ദുഃഖം അനുഭവിക്കാത്ത ഒരു വീട് പോലും അവൾ കണ്ടെത്തിയില്ല. അവസാനം നിരാശയായി തലകുനിച്ച് ശ്രീബുദ്ധന്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ 100 കണക്കിന് വീടുകൾ കയറിയിറങ്ങി,
എല്ലാ വീടുകളിൽ തന്നെ കടുകുണ്ട്, പക്ഷേ മരണം കയറി ചെല്ലാത്ത, മരണദുഃഖം അനുഭവിക്കാത്ത ഒരു വീട് പോലും ഞാൻ കണ്ടെത്തിയില്ല. ഇത് പറഞ്ഞിട്ടവൾ ഏങ്ങലടിച്ചു കരയുകയാണ്. ശ്രീബുദ്ധൻ മെല്ലെ അവളുടെ താടി പിടിച്ച് മുഖം നിവർത്തി മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു, അല്ലയോ സഹോദരി, മരണദുഃഖത്തിന്റെ കാര്യത്തിൽ നിന്നെ പോലെ തുല്യ ദുഃഖിതരാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുമെന്ന് ഇപ്പോൾ നിനക്ക് പിടികിട്ടിയില്ലേ? അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചപ്പോൾ ആരെങ്കിലും അവരെ ആശ്വസിപ്പിച്ചത് കൊണ്ട് അവർ ആശ്വസിച്ചതല്ല. മരിച്ചവരും മരിച്ചു, ഇനി അവരും മടങ്ങി വരില്ല എന്ന യാഥാർത്ഥ്യം ഗ്രഹിച്ച് അവർ സ്വയം ആശ്വസിക്കുകയായിരുന്നു. ഇതുപോലെ നിന്റെ കുഞ്ഞും നിന്റെ ഭർത്താവും മരിച്ച ദുഃഖത്തിൽ എനിക്കെന്നല്ല ലോകത്തിൽ ആർക്കും നിന്നെ ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല. മരിച്ചവരും മരിച്ചു, ഇനി അവരും മടങ്ങി വരില്ല എന്ന യാഥാർത്ഥ്യം ഗ്രഹിച്ച് നീ സ്വയം ആശ്വസിക്കുകയേ നിവർത്തിയുള്ളൂ. മരണത്തിന്റെ കറുത്ത തിരശീലയ്ക്കപ്പുറത്ത് ആ സാധു സഹോദരിക്ക് കൈമാറാൻ ഒരു പ്രത്യാശയുടെ സന്ദേശം ശ്രീബുദ്ധന്റെ പക്കലുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. ഇന്ന് രാത്രി എന്റെ ചോദ്യം, മരണം കൊണ്ടെല്ലാം അവസാനിച്ചോ? മരണത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത് പ്രതീക്ഷയ്ക്ക് വല്ല വകയുമുണ്ടോ? മനുഷ്യൻ മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് കോടിക്കണക്കിന് ബാക്ടീരിയ അവന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ചീഞ്ഞു നാറി മണ്ണിന് വളമായി അവൻ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണോ? മരണത്തിനപ്പുറത്ത്, കുഴിമാടത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമുണ്ടോ? പ്രതീക്ഷയ്ക്ക് വല്ല വകയുമുണ്ടോ? ധാരാളം മനുഷ്യരെ വ്യക്തിപരമായി ഞാൻ സമീപിച്ച് സുവിശേഷം പറയുമ്പോൾ സ്വകാര്യ സംഭാഷണത്തിൽ അവരോട് ചോദിക്കാറുണ്ട്, അച്ഛാ സ്വർഗത്തിൽ പോകണ്ടേ? അമ്മാമേ സ്വർഗത്തിൽ പോകണ്ടേ? മഹാഭൂരിപക്ഷം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ള മറുപടി ഞാൻ പറയാം, പാസ്റ്ററേ, സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് ഇവിടെ തന്നെയാണ്. നല്ലത് ചെയ്താൽ നല്ലത് ഇവിടെ കിട്ടും, മോശം കാര്യം ചെയ്താൽ മോശം കാര്യങ്ങൾ ഇവിടെ കിട്ടും. ഇവിടെ തന്നെയാ സ്വർഗം, ഇവിടെ തന്നെയാ നരകം, ഇവിടെ തന്നെയാണ് അതെല്ലാം. ഭക്തിക്ക് കുറവില്ല, പ്രാർത്ഥനയ്ക്ക് കുറവില്ല, കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ മുറ പോലെ നടത്തുന്നുണ്ട്. പക്ഷെ വ്യക്തിപരമായ സംഭാഷണത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചോദിച്ചാൽ, സ്വർഗത്തെക്കുറിച്ച് ചോദിച്ചാൽ, നരകത്തെക്കുറിച്ച് ചോദിച്ചാൽ, ന്യായവിധിയെക്കുറിച്ച് ചോദിച്ചാൽ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും മറുപടി അതെല്ലാം ഇവിടെ തന്നെയാണെന്നാണ്. ചില വർഷങ്ങൾക്ക് പിറകിൽ ഒരു സമുദായത്തിൻ്റെ അധ്യക്ഷൻ, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ ഒരു കുസൃതി ചോദ്യമായി അദ്ദേഹത്തോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, അങ്ങക്ക് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് വിശ്വാസമുണ്ടോ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ആശ്ചര്യപരതന്ത്രരാക്കി മാധ്യമപ്രവർത്തകരെ. അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് എനിക്ക് വിശ്വാസമില്ല, നരകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ചോദിച്ചതെന്താ? സ്വർഗമുണ്ടെന്ന് നരകമുണ്ടെന്ന് അങ്ങേക്ക് വിശ്വാസമില്ലാത്തത്? അതിന് ആ മാന്യ അദ്ദേഹം പറഞ്ഞ മറുപടി, മരിച്ചവരാരും മരിച്ചു സ്വർഗത്തിൽ പോയി സ്വർഗം കണ്ട് സ്വർഗമുണ്ടെന്ന് പറയാൻ മടങ്ങി വന്നതായി എൻ്റെ കയ്യിൽ വിശ്വസനീയമായൊരു തെളിവില്ല. മരിച്ചവരാരും മരിച്ചു നരകത്തിൽ പോയി നരകം കണ്ട് നരകമുണ്ടെന്ന് പറയാൻ മടങ്ങി വന്നതായി എൻ്റെ കയ്യിൽ തെളിവില്ല. മരിച്ചവരാരും മരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ പോയി ഇത് രണ്ടും കണ്ട് രണ്ടുമുണ്ടെന്ന് പറയാൻ മടങ്ങി വന്നതായി വിശ്വസനീയമായ തെളിവ് എനിക്ക് കിട്ടാത്തിടത്തോളം കാലം സ്വർഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നരകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുണ്ട്, അദ്ദേഹം അത് പറഞ്ഞോട്ടെ. എന്നാൽ KJ തോമസ് എന്ന ഞാൻ ഈ രാത്രി അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഒരു ഭയാനക ന്യായവിധിയുണ്ട്. എന്താ അതിന്റെ തെളിവ്? അതിന്റെ ഒന്നാമത്തെ തെളിവ് ഞാൻ കുമളീന്ന്
വന്നതാ. ഒരു സ്തോത്രം എന്ന് പറ. ഞാൻ കുമ്മളിന്ന് വന്നതാ. അതെന്നാ ഞാൻ കുമ്മളിന്ന് വന്നത്? സ്വർഗത്തിന്റെ നരകത്തിന്റെ തെളിവായി എടുത്തു പറയാൻ കാരണം, കുമ്മളി ഉള്ളത് കൊണ്ടല്ലേ ഞാൻ കുമ്മളിന്ന് വന്നതാന്ന് പറഞ്ഞത്. ഇതുപോലെ യേശു ക്രിസ്തു പറഞ്ഞു. എന്തു പറഞ്ഞു? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന മനുഷ്യപുത്രനല്ലാതെ സ്വർഗമുണ്ട് എന്നതിൻ്റെ തെളിവ് യേശു അത് പറഞ്ഞു എന്നുള്ളതാ. എൻ്റെ പൊന്നു കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. അതുകൊണ്ട് സ്വർഗമുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ചങ്കൂറ്റമുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. നരകമുണ്ടോ? ഉണ്ട്. എന്താ അതിന്റെ തെളിവ്? യേശു പറഞ്ഞു, നരകത്തിൽ അവരുടെ പുഴു ചാകുന്നില്ല, നരകത്തിൽ അവരുടെ തീ കെടുന്നില്ല. ഇപ്പോ സുവിശേഷ യോഗങ്ങളിലൊക്കെ ഇവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, സുവിശേഷ യോഗമാ, സുവിശേഷം പ്രസംഗിക്കണമെന്ന്. ഒരു നല്ല ആമേനെന്ന് പറയും. പക്ഷെ പല വേദികളിലും ചെന്നിരിക്കുമ്പോൾ മനുഷ്യർ കിരണ്ടിയിട്ട് പറയും, വിശ്വാസികളാ കൂടുതലെന്ന്. എന്ന് പറഞ്ഞാൽ വല്ല നിവൃത്തിയുണ്ട്, സുവിശേഷം പറയരുതെന്നായി പറഞ്ഞു വെക്കുന്നതിന്റെ അർത്ഥം. അല്ല, ഒരു നല്ല ആമേനെന്ന് പറയണം. നരകത്തെ കുറിച്ച് പറയണോ? നരകത്തെ കുറിച്ച് പറയണം. കാരണം വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ ഏറ്റവും കൂടുതൽ നരകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പൊന്നു കർത്താവാണ്. കാരണം നരകം എത്ര ഭയാനകമാണെന്ന് മറ്റാരെക്കാൾ അറിയാവുന്നത് എൻ്റെ കർത്താവിനായതുകൊണ്ട് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു നരകത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത് പറയാൻ നമുക്ക് ദൈവം അനുവാദം തന്നിട്ടുണ്ട്. മനുഷ്യൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും മുന്നിലിരിക്കുന്നവർ കൈകൊട്ടിയാൽ കൊട്ടിയില്ലെങ്കിലും ഒരു ഭയാനക നരകാഗ്നി മനുഷ്യന്റെ മുമ്പിലുണ്ടെന്ന് പറയാനുള്ള സന്ദേശമാണ് രക്ഷയുടെ സന്ദേശമെന്ന് തിരിച്ചറിവുള്ള എത്ര ദൈവമക്കൾ ഈ രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ശബ്ദവും കരവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. നരകമുണ്ട്, യേശു അത് പറഞ്ഞു. വേറെ ചിലർക്കൊരു സംശയം, ഈശോ മിശിഹായെ വിശ്വസിക്കാൻ കൊള്ളാവോ? കൊള്ളാവെങ്കിൽ യേശുവിനെ കൊള്ളൂ. കർത്താവിൻ്റെ വാക്കിനോളം ആധികാരികത വേറെ ആരുടെയും വാക്കിന് കൊടുക്കരുത്. എനിക്ക് ലൈവ് ഉള്ളത് കൊണ്ട് ഒത്തിരി കാര്യം പറയാൻ മടിയാ. അതുകൊണ്ട് ഞാനങ്ങ് വീഴുന്നു. ദൈവം പറഞ്ഞതാണെന്ന് പറഞ്ഞ് മനസ്സിൽ തോന്നുന്നത് മനുഷ്യരോട് പറഞ്ഞ് അവരെ വഴിയാധാരമാക്കരുത്. ചേർന്ന് ആമേൻ പറയാൻ സന്തോഷമുള്ളവർ മാത്രമേ കരം ഉയർത്തിയോട് സ്തോത്രം പറഞ്ഞാൽ മതി. ജോസ് പാസും ഞാനും തമ്മിൽ നല്ല സ്നേഹിതരും സഹപാഠികളും. ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം എന്നോട് പറയാത്തൊരു കാര്യം ഞാൻ ഒരിടത്ത് ചെന്നിട്ട് ജോസ് പാസ്റ്റർ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിയുമ്പോൾ അദ്ദേഹത്തിന് എന്തൊരു മനപ്രയാസമായിരിക്കും. ഞാൻ മനസാ വാച കർമ്മണ അറിയാഞ്ഞത് ഞാൻ പറഞ്ഞെന്ന് KJ തോമസ് പറഞ്ഞു വരത്തിയല്ലോ എന്നൊരു സങ്കടം. ഒന്ന് സ്തോത്രം പറ. എൻ്റെ ദൈവം അറിഞ്ഞിട്ടില്ലാത്ത കാര്യം. ഒരു നല്ല ആമേനൊന്ന് പറ. ദൈവം പറഞ്ഞു എന്ന വ്യാജേന ഞാൻ പറയുമ്പോൾ അത് ദൈവം പറയാതെ പറഞ്ഞതാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ നാമം വൃഥ ആധാരത്തിൽ എടുക്കുകയാണ്. അതിന് ശിക്ഷ വരുമെന്നല്ല ഞാൻ പറയുന്നത്, നിത്യ
നിത്യത കാണുകയില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ ആധികാരികമായി വിളിച്ചു പറയുമ്പോൾ, ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കാൻ ഏതെങ്കിലും കൃപാവര ശുശ്രൂഷകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതീവ ഗൗരവമായി അതിനെ കൈകാര്യം ചെയ്യാൻ ഈ രാത്രി എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഈ രാത്രി നാം അത് മറക്കരുത്. ലൈവില്ലായിരുന്നെങ്കിൽ ഇച്ചിരൂടെ പറഞ്ഞാൽ ഞാനിപ്പോ അങ്ങ് വിടുക. ഇതൊന്ന് കട്ട് ചെയ്തോണേ. വെറുതെ വീട്ടിൽ പാസ്റ്റർമാരെ വിളിച്ചു വരുത്തിയിട്ട് നിന്നോട് അരുളി ചെയ്തതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നു. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറ, ദൈവം പറയുന്നത് പറഞ്ഞാ മതി. ദൈവം പറയാത്തതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എങ്കിൽ ഞങ്ങൾക്ക് സങ്കടമില്ലെന്നും ഇന്ന് രാത്രി പറയാനുള്ള ഒരാത്മീക പക്വതയിലേക്ക് പെന്തക്കോസ്ത് മടങ്ങി വരട്ടെ. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ഒരു പ്രാദേശിക കൺവെൻഷൻ ആണേലും ഒരു ചെറിയ പ്രബോധനം അവിടെ നിരുന്നോട്ട്. വിഷയത്തിലേക്ക് മടങ്ങി വരും. അവിടെ ഞാൻ നിൽക്കാൻ ആഗ്രഹിച്ചതാണ്. വിശ്വസിക്കാൻ കൊള്ളാമെങ്കിൽ യേശുവിനെ കൊള്ളൂ. അതുകൊണ്ടാ പൗലോസ് ശ്ലീഹ പറയുന്നത്, കർത്താവ് ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന്. ശ്ലീഹ പത്രോസ് പറയുന്നു, അദ്ദേഹത്തിന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. വായിൽ വഞ്ചനയില്ലാത്ത, ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും അരുളി ചെയ്ത കർത്താവ്. യോഹന്നാൻ 14 വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് നനയാറുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അടുത്തത് അടിവരയിട്ടോണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പത്രോസേ, യോഹന്നാനെ, തോമസേ, അന്ത്രയോസേ, യോഹന്നാനെ, യാക്കോബേ, ഇല്ലാത്തൊരു കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് തന്ന്, ഇല്ലാത്ത സ്വപ്നം നിങ്ങൾക്ക് കൈമാറി നിങ്ങളുടെ ജീവിതത്തെ വഴിയാധാരമാക്കുന്ന, നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന, നിങ്ങളെ രക്തസാക്ഷികളാക്കി മാറ്റുന്ന ഒരു നേതാവല്ല ഞാൻ. ഇല്ലാത്ത സ്വപ്നം തന്ന് നിങ്ങളെ വഴിയാധാരമാക്കുകയില്ല, ഉള്ളത് പറഞ്ഞ് നിങ്ങളെ ആദരിക്കുന്ന നേതാവാണ് ഞാൻ. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ഞാൻ പറയുന്നു, വായിൽ വഞ്ചനയില്ലാത്ത, ഉവ്വെന്നും ഇല്ല എന്നും ഇല്ല എന്നും അരുളി ചെയ്ത യേശു പറഞ്ഞു, സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധി ഉണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ ഈ രാത്രി മനസ്സുണ്ട്? സ്വർഗമുണ്ടോ? നരകമുണ്ടോ? ന്യായവിധി ഉണ്ടോ? മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതം ഉണ്ടോ? ഉണ്ട്. എന്താ അതിന്റെ തെളിവ്? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 31-ാമത്തെ വാക്യം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. വാക്യം വായിച്ച് ദൈവത്തിന് സ്തോത്രം പറയാൻ ആത്മാവിലൊരു നിയോഗമുള്ള എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഒന്ന് ശാന്തമായി പറയാം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ന്യായവിധിക്ക് ഒരു ദിവസം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. 2, ന്യായവിധിക്കായി ഒരു വ്യക്തിത്വത്തെ ആക്കിയിരിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം പിതാവായ ദൈവം ന്യായവിധിക്കായി ഒരു പുരുഷനെ നിയമിച്ചിരിക്കുന്നു.
2, ന്യായവിധിക്കായി ഒരു ദിവസത്തെയും നിയമിച്ചിരിക്കുന്നു. അങ്ങനാണെങ്കിൽ ഒരു ന്യായവിധിയുണ്ട്. എന്താണ് അതിന്റെ തെളിവ്? ആ വാക്യം ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കേണ്ട വാക്യമാ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കേണ്ടുന്നതിന് അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ, ആരെ? യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിന്റെ ഉറപ്പും നൽകിയുമിരിക്കുന്നു. ഏതിന്റെ ഉറപ്പും? മനുഷ്യ മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കല്ലറയ്ക്കപ്പുറത്ത്, സെമിത്തേരിക്കപ്പുറത്ത്, കുഴിമാടത്തിനപ്പുറത്ത് നിനക്കൊരു ജീവിതമുണ്ടെന്ന്, ഒരു സ്വർഗമുണ്ടെന്ന്, ഒരു നരകമുണ്ടെന്ന്, ഒരു ന്യായവിധിയുണ്ടെന്ന് ദൈവം തന്ന ഉറപ്പാണ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. എത്ര പേർക്ക് ആമേൻ പറയാൻ ഈ രാത്രി മനസ്സുണ്ട്? ഇന്ത്യ മഹാരാജ്യത്തിന് നിരായുധ സമരത്തിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹീത കാഹളമൂതിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരം തീനാളങ്ങൾക്ക് വിട്ടുകൊടുത്തു. തീനാളങ്ങൾ ആ ശരീരം വിഴുങ്ങി, അത് ചാരമായി മാറി. അതിനടുത്ത ദിവസം ഞായറാഴ്ച അതിരാവിലെ സമയം ഭാരതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആ ചിതാഭസ്മത്തിന്റെ അടുക്കിലേക്ക് വന്നു. അല്പം ചാരം തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലവിളിച്ചിങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാത്മജിയെ, അഹിംസാ സിദ്ധാന്തത്തിന്റെ അക്ഷയമായ വിശ്വാസ രൂപവൽക്കരണത്തിലേക്ക് താങ്കളെ നയിച്ചത് യേശു ക്രിസ്തുവിന്റെ ഉപദേശമാണ്. യേശു മരിച്ചതുപോലെ താങ്കൾ മരിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ താങ്കൾ ഉയർത്തെഴുന്നേറ്റു വരാമോ? സരോജിനി നായിഡു അലറിക്കരഞ്ഞു. അവളുടെ ദീനരോധനം അന്തരീക്ഷത്തിൽ വലയം പ്രാപിച്ചു. എന്നാൽ സരോജിനി നായിഡുവിന്റെ നിലവിളി കേട്ട് മഹാത്മാഗാന്ധി ഉയർത്തെഴുന്നേറ്റു വന്നില്ല. എന്തിനേറെ പറയുന്നു, ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരുടെ കല്ലറകൾ ലോക ചരിത്രത്തിൽ അടഞ്ഞു കിടക്കുമ്പോൾ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുറക്കെ പ്രഖ്യാപിച്ച് തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അതിന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രസംഗിക്കുന്ന, നാം ആവേശത്തോടെ സ്തോത്രം ചെയ്യുന്ന നമ്മുടെ യേശു കർത്താവിന്റെ കല്ലറയാണ്. ഇന്ന് രാത്രി മാന്യ സഹോദര, സ്വർഗമില്ലെന്ന് ഞാൻ പറയാം, നരകമില്ലെന്ന് ഞാൻ പറയാം, ന്യായവിധിയില്ലെന്ന് ഞാൻ പറയാം, മരണം കൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് ഞാൻ പറയാം, സ്വർഗവും നരകവും ഇവിടെയാണെന്ന് ഞാൻ പറയാം. നല്ലത് ചെയ്താൽ നല്ലത് ഇവിടെ കിട്ടുമെന്ന്, മോശം കാര്യം ചെയ്താൽ മോശം ഇവിടെ കിട്ടുമെന്ന് ഞാൻ പറയാം. അങ്ങനെ പറയണമെങ്കിൽ ഒരു കല്ലറ തുറക്കാതെ കിടക്കണം. എന്നാൽ ഈ രാത്രി യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നത് കൊണ്ട് വേദപുസ്തകം സത്യമാണ്. വേദപുസ്തകം പറയുന്ന ദൈവം സത്യ ദൈവമാണ്. സ്വർഗം യാഥാർത്ഥ്യമാണ്, നരകം യാഥാർത്ഥ്യമാണ്, മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ്, ന്യായവിധി യാഥാർത്ഥ്യമാണ്. അതരം തുറന്ന് സ്തോത്രം പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. തിരിച്ചറിവില്ലാതെ പോകരുതേ. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. മറക്കല്ലേ. രാമേൻ എന്ന് പറയാം. വിശ്വപ്രസിദ്ധമായ അരയോപക കുന്നിന്മേൽ നിന്ന് പൗലോസിന്റെ പ്രസംഗം മരണാനന്തര ജീവിതത്തെ കുറിച്ചായിരുന്നു. ഒരു നല്ല സ്തോത്രം എന്ന് പറയാമോ? ആ പ്രസംഗത്തോടുള്ള പ്രതികരണം ഇന്ന് രാത്രി ഞാൻ വിശദീകരിക്കുന്നില്ല. നിത്യത യാഥാർത്ഥ്യമാണ്. അതിന്റെ ഉറപ്പാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇപ്പൊ നോയമ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അത് അവസാനിക്കുന്നത് ഈസ്റ്ററിലല്ലേ? ഇന്ന് രാത്രി ഈസ്റ്ററിന്റെ സന്ദേശം എന്താണ്? ഈസ്റ്ററിന്റെ മെസ്സേജ് എന്താണ്? ഈസ്റ്ററിനെ വരവേൽക്കാൻ ലോകം അരയും തലയും മുറുക്കി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി ഈസ്റ്ററിന്റെ സന്ദേശം കിഴക്കേ തെരുവിൽ ഞങ്ങൾ
രണ്ടായി മാറുന്നു. അത് സ്വർഗമുണ്ട്, അത് നരകമുണ്ട്, അത് ന്യായവിധിയുണ്ട്, അത് മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമുണ്ട് എന്നതിന്റെ ആസന്നിഗ്ധമായ തെളിവാണ്, അതിന്റെ വിളംബരമാണ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ ഈ രാത്രി മനസ്സുണ്ട്? അടുത്ത പ്രധാന ചോദ്യത്തിന് ഇവിടെ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുക. സ്വർഗമുണ്ടെങ്കിൽ, നരകമുണ്ടെങ്കിൽ, ന്യായവിധിയുണ്ടെങ്കിൽ ആരാണ് ആ ന്യായാധിപതി? അദ്ദേഹത്തെ മാത്രം ഒന്ന് പരിചയപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താം. ആരാണ് ആ ന്യായാധിപതി? അപ്പോസ്തല പ്രവൃത്തി 17:31 എന്താ വായിച്ചേ? താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ. അപ്പൊ ന്യായവിധിക്കായി ഒരു പുരുഷനെ നിയമിച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ നാം വായിക്കുന്നു, വന്യവയോധികനായ ഒരാൾ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുക, പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറയേണ്ട ഒരു കാര്യം അവിടെ ഉണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. ഞാൻ ഒരിക്കൽ ട്രെയിനിൽ ഗുജറാത്തിനൊരു യാത്ര ചെയ്യാം. ഞാൻ പാസ്റ്ററാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഒരാൾ മനസ്സിലായി ഞാൻ സുവിശേഷം പറയുന്നു. അപ്പം അങ്ങേരെ എങ്ങനെ എന്നെ ഒന്ന് ഒഴിവാക്കാമെന്നുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. എനിക്കാണെങ്കിൽ ഇങ്ങേരോട് അല്പം സുവിശേഷം പറയുക. അപ്പം ഞങ്ങൾ തമ്മിൽ ഞാൻ അടുക്കാനും അദ്ദേഹം അകലാനും വർഷങ്ങൾക്ക് പറയും. ഞാനിങ്ങനെ അടുത്ത് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസമൊക്കെ ആയപ്പോൾ അല്പം അടുത്തപ്പോൾ ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ എന്നെ ഒഴിവാക്കാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പക്ഷേ നരകം ഉണ്ടെന്ന് പറയാനല്ല ഈ വരുന്നേ. ആ കാര്യത്തിൽ പാസ്റ്റർ ടെൻഷൻ അടിക്കണ്ട. അങ്ങനൊരു നരകം ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ണടച്ചെന്ന് ചാടിക്കോ. പാസ്റ്റർ എന്നെ ഓർത്ത് ഞാൻ നരകത്തിൽ പോകുന്നത് ഓർത്ത് പാസ്റ്റർ ഭാരപ്പെടണ്ട. അപ്പോഴാണ് ഈ വാക്യം എനിക്ക് കത്തിയത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, താങ്കളെ പോലെ നരകം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് ചാടിക്കോളാമെന്ന് പറയുന്ന സകല മനുഷ്യരും ഇന്ന് നിങ്ങൾക്കിത് കളിയായിട്ടാ തോന്നുന്നത്. പക്ഷെ അന്നാണ് ഇത് കളിയല്ല, കാര്യമാണെന്നറിയുന്നത്. കാര്യമാണെന്നറിയുമ്പോൾ ഇങ്ങോട്ട് വലിയുന്നവരെ തള്ളുന്ന പരിപാടിയാണ് ദൂതന്മാർക്കുള്ളത്. എല്ലാവരും എന്നോടൊന്ന് സ്തോത്രം ചെയ്ത് വരുന്നുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടേണ്ടി വരുന്നതിന്റെ ഗതികേടെന്താ? ചാടാൻ തയ്യാറാകാത്തത് കൊണ്ടാ. ചങ്കുപൊട്ടി വിയർത്തു കുളിച്ച് കാലു വയ്യാതെ നടുവ് വയ്യാതെ ഇല്ലാത്ത ആരോഗ്യമുണ്ടാക്കി ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഈ വചനം പ്രസംഗിക്കുന്നത്, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ സഭ യോഗം ക്രമീകരിച്ചത്, ഈ ശബ്ദ സംവിധാനങ്ങൾ എല്ലായിടത്തും നിരത്തി വെച്ചത്, നോട്ടീസ് അടിച്ചത്, ലൈവ് ചെയ്യുന്നത്, ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത്, എന്റെ പ്രിയരെ, നരകമെന്ന ഭയാനക യാഥാർത്ഥ്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നതുകൊണ്ടും ആ നരകത്തിയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടുമാണ് അതരം തുറന്ന് ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? ഈ യാഥാർത്ഥ്യം ഈ രാത്രി മറക്കല്ലേ. മരിച്ചവർ ആബാലവൃദ്ധം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിന്നു. ആകാശവും ഭൂമിയും അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നും മാറിപ്പോയി. ആരാണ് ആ ന്യായാധിപതി? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം. കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങൾ ഹിമാലയ പർവ്വതത്തിലെ ഹിമസ്ഥാനുക്കളിൽ പതിക്കുമ്പോൾ ഹിമത്തിന് എത്ര വെണ്മയാണോ അതുപോലെയാണ് ആ സിംഹാസനത്തിലിരിക്കുന്ന വന്യവയോധികന്റെ വസ്ത്രം. അദ്ദേഹത്തിന്റെ തലമുടി നേർമയുള്ള കോലാട്ടു രോമം പോലത്തേതാണ്. അദ്ദേഹം ഇരിക്കുന്ന സിംഹാസനം അഗ്നിജ്വാലയാണ്. ആ സിംഹാസനത്തിന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയാണ്. ഒരഗ്നി നദി അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 1000 പേർ അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യുകയാണ്. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം, ആ ന്യായാധിപതി ആരാണ്? നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം
42-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 42-ാമത്തെ വാക്യം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. എല്ലാവർക്കും എത്ര പേർക്ക് ആ വാക്യം മനസ്സിലായവർക്ക് അധരം പൂട്ടിയിരിക്കാൻ പറ്റിയല്ല. അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയേണ്ടി വരും. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് ആത്മാ നിയോഗത്താൽ പ്രസംഗിക്കുക. അവിടെ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്, കേട്ടവരുടെ മേൽ. എല്ലാവരും സ്തോത്രം പറഞ്ഞു. കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നാ കേട്ടപ്പോഴാ പരിശുദ്ധാത്മാവ് വന്നേ? നമുക്ക് എന്തോ കേൾക്കുമ്പോൾ ആത്മാവ് വരുന്നേ. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. ഇന്നിപ്പോ നമുക്ക് ആത്മാവില്ലാത്തൊരു ഇങ്ങനെയുള്ള കാര്യം കേൾക്കുമ്പോഴാണ്. പക്ഷെ കൊർന്നല്യോസിന്റെ വീട്ടിലൊരു ഗുണമുണ്ട്, കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്തോ കേട്ടപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്? പത്രോസ് എന്താ പ്രസംഗിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ താൻ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ആര് കൽപ്പിച്ചു? യേശു ക്രിസ്തു കൽപ്പിച്ചു. ആരോട് കൽപ്പിച്ചു? ശിഷ്യന്മാരോട് കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? ജനത്തോട് പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? വീട് തരുന്ന, വാഹനം തരുന്ന, മക്കളെ വിദേശത്ത് വിടുന്ന, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും തരുന്നവനാണ് ഞാനെന്ന് പ്രസംഗിക്കാനല്ല. പിന്നെന്താ അവൻ ഞങ്ങളോട് പറഞ്ഞത്? മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ആ ന്യായാധിപതി ഞാനാണെന്ന് നിങ്ങൾ ജനത്തോട് പ്രസംഗിക്കണം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു ന്യായാധിപതിയാണെന്ന് ലോകത്തോട് പ്രസംഗിക്കണമെന്ന്. സ്ലീഹന്മാര് പറഞ്ഞതല്ല, യേശു കർത്താവ് സ്ലീഹന്മാരോട് പറഞ്ഞതാണ്. നാം അതിന് കടമ്പട്ടവരാണ്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ആ യാഥാർത്ഥ്യം തിരിച്ചറിയണം. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത, അത് കേൾക്കുമ്പോ ആത്മാവ് വരും. സ്വോത്രം പറ. അവരെ കൂട്ടക്കശാപ്പ് ചെയ്യുന്നു. ഭരണകൂടങ്ങളുടെ നടുവിൽ മൃഗീയമായി അവരെ വേട്ടയാടുന്ന നിയമ സംവിധാനങ്ങളുടെ നടുവിൽ ഒരു നീതിയുള്ള ന്യായാധിപതി ഉണ്ടെന്ന്, മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ആ ന്യായാധിപതി യേശുവാണെന്ന് കേൾക്കുമ്പോൾ അവർക്ക് ആവേശമുണ്ടാകുമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് കിഴക്കേ തെരുവിനോട് വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവാണ് ആ ന്യായാധിപതി. അടുത്തതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ട് യേശു ക്രിസ്തു ന്യായാധിപതി? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. യോഹന്നാൻ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയരെ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടുന്നതിന് പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. എന്താ അതിന്റെ ആശയം? എന്നേക്ക് 2023 വർഷങ്ങൾക്ക് പിറകിൽ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് മനുഷ്യനായി കർത്താവ് മണ്ണിൽ വന്നു. കണ്ടവർക്കാർക്കും യേശുവിനെ മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞ മനുഷ്യൻ പറഞ്ഞു, അവൻ മറിയയുടെ മോനാണ്, യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനാണ്. അവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെയുണ്ട്. ആശാരി പയ്യനാണ്, പാവപ്പെട്ടവനാണ്, ഭൂതങ്ങളുടെ തലവനായ ബേത്സബൂലാണ്. എൻ്റെ യേശുവിനെ അന്നാർക്കും മനസ്സിലായില്ല. എൻ്റെ കർത്താവിൻ്റെ വിസ്താരം ഈ രാത്രി നിങ്ങളുടെ ചിന്തയിലേക്കൊന്ന് കൊണ്ടുവരണം. യഹൂദ മഹാപുരോഹിതന്മാരായ ഹന്നാവും കയ്യപ്പാവും എൻ്റെ യേശുവിനെ വിസ്തരിച്ചു. അവർക്ക് മനസ്സിലായില്ല യേശു
കർത്താവിന്റെ ചെകിട്ടത്ത് അവിടെ അടിച്ചവരുണ്ട്. അവർക്ക് മനസ്സിലായില്ല രക്ഷിതാവ് ആരാണെന്ന്. എൻ്റെ പൊന്നു കർത്താവിന്റെ മുഖത്ത് തുപ്പിയവരുണ്ട്. അവർക്ക് മനസ്സിലായില്ല അരുമനാഥൻ ആരാണെന്ന്. യഹൂദ സന്നിധിയും സംഘത്തിന്റെ മുമ്പിൽ, മതകോടതിയുടെ മുമ്പിൽ എൻ്റെ യേശുവിനെ വിസ്തരിച്ചു. അവർക്ക് മനസ്സിലായില്ല പൊന്നു കർത്താവ് ആരാണെന്ന്. ആ പീലാത്തോസിന്റെ മുമ്പിൽ യേശു വിസ്താരത്തിന് നിൽക്കുന്നു. പീലാത്തോസിനും മനസ്സിലായില്ല. ഹേരോദാവ് യേശുവിനെ വിളിച്ച് കളിയാക്കി പരിഹസിച്ചു വിടുകയാണ്. അവന് മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. കളിയാക്കി മുള്ളുകൊണ്ടൊരു കിരീടമുണ്ടാക്കി എൻ്റെ രക്ഷിതാവിൻ്റെ തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് അടിക്കുകയാണ്. കളിയാക്കി കിരീടം വെച്ചവർക്ക് മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. ഒരു കോലവന്റെ കയ്യിൽ കൊടുത്തിട്ട് യഹൂദന്മാരുടെ രാജാവേ ജയ 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 എന്ന് പരിഹാസ ശരങ്ങൾ തൊടുത്ത ഒരു കളിപ്പാവയെ പോലെ എൻ്റെ കർത്താവിനോട് പെരുമാറിയ അവർക്ക് മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. എൻ്റെ പൊന്നു കർത്താവിൻ്റെ പുറം ആമേൻ ഉണങ്ങിയ കുതിരയുടെ തോലുകൊണ്ട് അടിച്ചവർക്ക് മനസ്സിലായില്ല യേശു കർത്താവ് ആരാണെന്ന്. ആ രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി തലയോടിടുമെന്ന ഗോൽഗൊത്ത മലയുടെ മുകളിലേക്ക് യെരൂശലേമിനെ ലക്ഷ്യമാക്കി രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി നടന്നു നീങ്ങുമ്പോൾ ആ നടന്നു നീങ്ങിയ ആൾക്കൂട്ടത്തിന് മനസ്സിലായില്ല എൻ്റെ അരുമനാഥൻ ആരാണെന്ന്. തലയോടിടുമെന്ന ക്രൂശിന്റെ മുകളിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ കൈകാലുകൾ ആണികളാൽ അടിക്കപ്പെട്ട് അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് പ്രാണവേദനയിൽ എൻ്റെ രക്ഷിതാവ് പിടയുമ്പോൾ നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാമെന്ന് പരിഹാസ രൂപേണ ആക്രോശിച്ച വഴിപോകുന്നവർക്കും ക്രൂശിന് ചുവട്ടിൽ നിന്നവർക്കും മനസ്സിലായില്ല എൻ്റെ രക്ഷിതാവ് ആരാണെന്ന്. ഇന്നും യേശു ആരാണെന്ന് ശരിക്ക് തിരിച്ചറിവില്ലാത്ത ഒത്തിരി പേരുണ്ട്. എന്നാൽ എക്കാലവുമുള്ള എല്ലാവരും എൻ്റെ രക്ഷിതാവ് ആരാണെന്ന് തിരിച്ചറിയുന്ന ദിവസമാണ് ആ ഭയാനക ന്യായവിധിയുടെ ദിവസം. അന്നാണ് സ്വർലോകരുടെയും, അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ, അന്നാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ അവന്റെ മുമ്പിൽ മടങ്ങുന്നത്. അന്നെല്ലാം നാവും ഏറ്റുപാടും. എന്തു പാടും? യേശു കർത്താവ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും? ഈ സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രി അണപൊട്ടി ഒടുകുന്ന ആവേശത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരു തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശു ക്രിസ്തു. അതരം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിനും നന്ദി പറയാം. അതെ, അന്നാണ് മുഴു ലോകവും അറിയാൻ പോകുന്നത് യേശു ക്രിസ്തു ആരാണെന്ന്. ഭയാനകമായ ന്യായവിധിയുടെ ദിവസം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ 2-3 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. എന്നാൽ ആ മരണത്തിന് ശേഷമുള്ള ഭയാനക ന്യായവിധിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരു രക്ഷാമാർഗം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. ഒരിക്കൽ മരിക്കയും പിന്നെ ഭയാനക ന്യായവിധിയും ഉണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല വേദപുസ്തകം. ഒരു ന്യായവിധി ഉണ്ടെന്ന് പറയുമ്പോൾ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു രക്ഷാമാർഗം എൻ്റെ ദൈവം ഒരുക്കി. അത് പറയാനാ ഞങ്ങൾ ഈ യോഗം ക്രമീകരിച്ചത്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ ഈ രാത്രി മനസ്സുണ്ട്? ഏതാണ് രക്ഷാമാർഗം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 മുതൽ 18 വരെ വായിച്ച് നമുക്കങ്ങ് അവസാനിപ്പിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് തന്റെ പുത്രനെ
ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. അടിവരിട്ടോണേ, ലോകത്തെ വിധിപ്പാനല്ല, ലോകം രക്ഷിക്കപ്പെടുവാൻ അത്രേ. ദേവദാസനെ ഒന്ന് നിർത്തണേ, വിശദീകരിക്കാതെ അങ്ങ് നിർത്താനാ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. ഒരു മനുഷ്യൻ പോലും നരകത്തിൽ പോകുന്നത്, ഒരു മനുഷ്യൻ പോലും ന്യായവിധിയിൽ അകപ്പെടുന്നത് എൻ്റെ ദൈവത്തിന് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ദൈവത്തിന് എന്തെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം നിശബ്ദനായിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ മനുഷ്യന്റെ പാപത്തിന്റെ കാര്യത്തിൽ എൻ്റെ ദൈവം നിശബ്ദനായിരുന്നില്ല. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, നരകത്തിൽ തള്ളാനല്ല, ന്യായവിധിയിൽ അകപ്പെടുത്താനല്ല. ലോകത്തിലേക്ക് തന്റെ പുത്രനെ അയച്ചത് ലോകത്തെ രക്ഷിക്കാനാണ്. അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവത്തിന് സ്തോത്രം. അടുത്തത് കൂടെ വായിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എല്ലാവരും ഒന്ന് സ്തോത്രം പറയണം. ഇതോടെ കേട്ടിട്ടേ പോകാവൂ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, പക്ഷെ എന്തിനാ വിശ്വസിക്കുന്നേ? വണ്ടി ഇടിക്കാതിരിക്കാനും, സ്തോത്രം പറ, മക്കളെ കെട്ടിക്കാനും, വീട് വെക്കാനും, ഉള്ള സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാനും, നമുക്കിവിടെ സുഖലോലുപമായ ഒരു ജീവിതം നയിക്കാൻ ഒരൊറ്റമൂലിയാ ദൈവം. ഒരു നല്ല ആമേനെന്ന് പറ. അങ്ങനെ ദൈവത്തെ വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നവരൊന്ന് സ്തോത്രം ചെയ്ത് എന്നോടൊന്ന് വന്നാൽ മതി. നാം ഈ കാലത്തിൽ മാത്രം ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, നാം ഈ കാലത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും ആരുഷ്ടന്മാരാണ്. എങ്ങനെ വിശ്വസിക്കണം? ഇങ്ങനെ വിശ്വസിക്കണം. കർത്താവായ യേശുവേ, ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് പിറകിൽ മനുഷ്യനായി അങ്ങും മണ്ണിൽ വന്നത് എൻ്റെ ഭയാനക നരകാഗ്നി മാറ്റാനാ, എൻ്റെ ന്യായവിധി മാറ്റാനാ. അല്ലാതെ സ്വർഗമില്ല, നരകമില്ല, ഉള്ളതല്ല, നന്മയും തിന്മയല്ല, ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ കർത്താവിനെ കൂടെ വിളിച്ചു പോകുന്ന ഒരു വല്ലാത്ത ജീവിതമല്ല ക്രിസ്തീയത, അതല്ല ആത്മീകത. അതിനപ്പുറത്ത് ഇന്ന് രാത്രി ഇങ്ങനെ വിശ്വസിക്കണം. ഒരു നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. അതിന്റെ കാരണം എൻ്റെ പാപമാണ്. എന്നാൽ ആ നരകത്തിയിൽ, ആ നിത്യ ന്യായവിധിയിൽ എന്നെ അകപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് അശേഷം ആഗ്രഹമില്ലാതിരുന്നത് കൊണ്ട് യേശു ക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നു. എൻ്റെ പാപത്തിന്റെ കുറ്റവും ശിക്ഷയും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരം എൻ്റെ നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ യേശു എനിക്ക് വേണ്ടി മരിച്ചു. കരമുയർത്തി നല്ലൊരാമേൻ ഈ രാത്രി പറയാ. അങ്ങനെ വിശ്വസിച്ചോന്നാ ചോദ്യം. അങ്ങനെ വിശ്വസിച്ചോ? അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി, വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു മനുഷ്യൻ അവന്റെ മരണത്തിന് മുമ്പ് കേട്ടിരിക്കേണ്ടുന്ന സുവിശേഷത്തിന്റെ നിർമ്മല സത്യം ഈ രാത്രി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കൽ മരിക്കും. എല്ലാവരും സ്തോത്രം ചെയ്ത് പറ. ഒരിക്കൽ മരിക്കും. പിന്നെ ഭയാനകമായ ഒരു ന്യായവിധിയുണ്ട്. ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. നമ്മുടെ ജീവിതത്തിന്റെ ഊടും ഭാവവും, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും, നമ്മുടെ രക്ഷയുടെ സന്തോഷവും എന്താണെന്നറിയാമോ? കണ്ണടച്ചാൽ എവിടെ പോകുമെന്നുള്ള ഉറപ്പാണെങ്കിൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ, മരണഭയമില്ലാത്ത ദൈവമക്കൾ സ്തോത്രം ചെയ്ത് കരമടിച്ച് അധരങ്ങൾ തുറന്ന ദൈവത്തിന് സ്തോത്രം
സ്തോത്രം ചെയ്ത് ഒരുമിച്ചൊന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പാടാം. മരണമേ, പാതാളമേ, നിന്നുടെ ജയം എവിടെ?